കീരിയും പാമ്പും പോലെ എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. രണ്ടു പേർ തമ്മിലുള്ള ശത്രുതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ കീരിയും പാമ്പും ശത്രുക്കളാണോ? ഒരേ പ്രദേശത്ത് ജീവിക്കുന്ന രണ്ട് ഇരപിടിയന്മാർ തമ്മിലുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ശരിക്കും ഇവർക്കിടയിൽ നടക്കുന്നത്. ഇവിടെ വിജയസാധ്യത കൂടുതൽ കീരിക്കാണ്. പാമ്പുകൾ കീരിക്കുഞ്ഞുങ്ങളെ ആഹാരമാക്കും. കീരികളാകട്ടെ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ കണ്ണിൽ കാണുന്ന പാമ്പുകളെയൊക്കെ ഇരയാക്കും. പ്രധാനമായും മൂർഖനും കീരിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. നമുക്കറിയാം, മാരക വിഷമുള്ള ഒരിനം പാമ്പാണ് മൂർഖൻ. ശക്തമായ ആൽഫ ന്യൂറോടോക്സിക് വെനമാണ് ഈ പാമ്പിനുള്ളത്. ഓരോ വർഷവും നിരവധി മനുഷ്യരാണ് മൂർഖൻ്റെ കടിയേറ്റ് മരിക്കുന്നത്. കീരിയുടെ ശരീരത്തിലുള്ള അസറ്റൈൽ കോളിൻ റിസപ്റ്ററുകൾ വിഷത്തെ നിർവീര്യമാക്കും. തെന്നിമാറുന്ന ചർമ്മവും കട്ടിയുള്ള രോമാവരണവും ഒരു പരിധിവരെ പാമ്പിൻ്റെ കടിയേൽക്കാതെ കീരിയെ രക്ഷിക്കും. മെയ്വഴക്കമുള്ള ശരീരവും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനുള്ള കഴിവും കീരിയുടെ പ്രത്യേകതയാണ്. മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് കീരി പാമ്പിൻ്റെ തല കടിച്ചു മുറിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കൂടിയ അളവിൽ വിഷം രക്തത്തിൽ കലർന്നാൽ കീരി ചത്തുപോകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.